സാറേ ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പൊ ഭക്ഷ്യധാന്യത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം 42 പേര് ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ്. നിങ്ങൾ ഈ ഭക്ഷ്യത്തിന് മാത്രം പറയല്ലേ, കാരണം ഞാനൊരു അച്ഛനാണ്, എന്റെ 2 മക്കളും ആ 42 പെട്ട പേരാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾ പറയാതെ നിങ്ങൾ എവിടെയായിരുന്നു താമസം ചെയ്ത വാർഡ് ഏതാ? ചൂരൽമല 12ാം വാർഡിലാണ് താമസിക്കുന്നത്. വെറുതെ ഒരു കഥകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തമ്മിലുള്ള വർത്താനല്ല. ഞങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിറ്റല്ല വേണ്ടത്, ഒരു രക്ഷിതാവെന്നുള്ള രീതിയിൽ ഞാൻ പറയാം. 3 പാർട്ടിയും ഭക്ഷ്യക്കിറ്റിനെ പറ്റി പറയല്ലേ, ഒരു രക്ഷിതാവെന്നില്ല ഞാൻ പറയാ. നിങ്ങളൊക്കെ എന്ത് ചെയ്തു തെരഞ്ഞോ? ഇല്ല. 10 ദിവസം, ഇന്ന് 106 ദിവസമായി നിങ്ങൾ ചെയ്തു. ഇനി ഈ ഭക്ഷ്യക്കിറ്റിന് വേണ്ടി മാത്രം ചർച്ച ചെയ്യല്ലേ, അവരെ തെരയാൻ വേണ്ടി ചർച്ച ചെയ്യേ. അതാണ് വേണ്ടത്, അല്ല രാഷ്ട്രീയം അല്ലത്. ഈ നിങ്ങളെ മക്കളാണോ കിടക്കുന്നത് മണ്ണിന്റെ അടി കിടക്കാൻ? നിങ്ങൾ പറയോ സംസാരിക്കുക ഈ ഭക്ഷ്യക്കിറ്റിന് വേണ്ടിയിട്ട്? ഇത് സംസാരിക്കാതെ വേദനയുണ്ട്. 2 മക്കളെ മണ്ണിന്റെ അടി കിടക്കുന്നേ. ചോദിച്ചു നോക്ക്, 2 മക്കൾ മണ്ണിന്റെ അടി കിടന്നിട്ട് 42 മണ്ണിന്റെ അടി കിടന്നിട്ട് തെരയാൻ പറ്റാത്ത പാർട്ടിക്കാരാണ് നിങ്ങൾ ഇലക്ഷൻ കൊണ്ടുവരുന്നേ, അല്ലെ ഭക്ഷ്യക്കിറ്റ് കൊണ്ടുവരുന്നേ. എന്തൊക്കെയാ ചെയ്തുതരാ, അത് ചെയ്തുതരാ. ഒന്നും ചെയ്തിട്ടില്ല മക്കളെ. നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? ഇന്ന് 100 ദിവസമായി ഉറങ്ങിയിട്ട് ഞാൻ ഒരു രക്ഷിതാവ് പറയുന്നേ. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ഭക്ഷ്യക്കിറ്റിന് മാറ്റി പറയുന്നേ. നിങ്ങൾ എല്ലാവരും കേൾക്ക്, നിങ്ങളെ മക്കൾ മണ്ണിന്റെ അടി കിടക്കാൻ നിങ്ങൾ കേൾക്കോ? ഭക്ഷ്യക്കിറ്റ് നമുക്ക് ഉണ്ടാക്കാം, പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പുഴ അരിച്ച ഭക്ഷ്യക്കിറ്റ് അല്ല വിഷയം. തിരിച്ചെടുക്കുന്ന മണ്ണിൽ കുട്ടികളെടുക്കേ. എന്നിട്ട് നിങ്ങൾ വർത്താനം പറയും, ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ.